ഇന്ന് ലോഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് മെഴ്സഡീസ് ബെൻസിലാണ് കേട്ടോ. ഇവിടെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സംവിധാനമാണിത്. ഡബിൾ ലെക്കർ പാർക്കിംഗ്. താ കിടക്കുന്നു നമ്മുടെ വണ്ടി. ഈ അറ്റത്ത് കാണുന്ന കേട്ടോ ബെൻസിൻ്റെ നമ്മുടെ എൻട്രൻസ്. ഇത് വേറെ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് LKV ലെയ്സെ എന്ന് പറയുന്ന അവരുടെ സാധനങ്ങളാണ് എടുക്കാനുള്ളത്. നമ്മൾ ദൂരെ ട്രക്കിലിരുന്ന് സൂം ചെയ്തതാണ്. ഓടിച്ച എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടു. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബെൻസിൻ്റെ എൻട്രൻസ്. മെഴ്സഡീസ് ബെൻസ്. ബാരിക്കേഡ് പൊങ്ങി. ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റാണ്. നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പ് ഫോളോ ചെയ്ത് വേണം പോകാനായിട്ട്. നല്ല വെയിലായതുകൊണ്ട് സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിക്കുകയാണ്. വഴി കാണുന്നില്ല. ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചോ. അപ്പോൾ പകുതി ആശ്വാസമുണ്ട്. അയ്യോ, ഇവിടെ ഗേറ്റ് അടച്ചു വെച്ചേക്കാണ്. 19/11 ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ വണ്ടികളൊക്കെ ഓൾറെഡി നിർത്തിയിട്ട് ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പോയിന്റിലല്ല കേട്ടോ. നമ്മുടെ സൈറ്റ് ബിൽഡിംഗ് നമ്പർ 41 ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകാനുണ്ട്. ഈ സൈഡിൽ കൂടെ മുഴുവൻ കവർ ചെയ്ത് വേണം പോകാനായിട്ട്. ട്രെയിലറൊക്കെ കൊണ്ട് അൺബുക്ക് ചെയ്തിട്ടിട്ടാണ് ഇവിടെ ലോഡിങ് നടക്കുന്നത്. ബ്രഹ്മനിലെ DB ശങ്കറിൻ്റെ അടുത്തുള്ള ഹോട്ടലിലേക്കാണ് കേട്ടോ നമുക്ക് ഇത് ഷിപ്പ് ചെയ്യാനുള്ളത്. മാപ്പിൽ ഈ സ്ട്രെച്ച് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരെ പോയതിന് ശേഷമായിട്ടാണ് നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയുന്നിടത്താണ് അൺലോഡ് ചെയ്യണം പോയിന്റ്, ലോഡ് ചെയ്യണം പോയിന്റ്. സോറി. ഇതിനകത്ത് ഓടിക്കാവുന്ന മാക്സിമം സ്പീഡ് 15 ഓരോ കമ്പനികൾക്കും അവരുടേതായ റെഗുലേഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ചില സോണുകളിൽ അവർ സ്പെഷ്യലായിട്ടുള്ള സ്പീഡ് ലിമിറ്റുകളും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെക്ക് ചെയ്ത് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്.
ഇവിടെയൊക്കെ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ, മൊത്തത്തിൽ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് ലെഫ്റ്റ് ടേൺ കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നു, ഇവിടെ 10 കിലോമീറ്റർ ഉണ്ടോ, നമുക്ക് റൈറ്റ് സൈഡിൽ ബോർഡ് കാണാം സ്പീഡ് ലിമിറ്റ്. നമുക്കിനി കയറി ചെല്ലേണ്ടത് ഈ ലെഫ്റ്റ് കൂടെ കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ബിൽഡിംഗ് നമ്പർ 41 ആണ്. 41 നമ്മുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബിൽഡിംഗ് നമ്പർ 43 ആണ്. ഇവിടെയല്ല, ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് പോകണം. വേറെ ആള് നിൽക്കുന്നുണ്ട്, അയാളോടൊന്ന് ചോദിച്ചു നോക്കാം. മിസ്റ്റർ ദിശ്ചേതൻ, ബ്രഹ്മൻ, താങ്ക് യു. വണ്ടി കയറി വരണ കണ്ടിട്ട് പുള്ളി ചോദിച്ചു കേട്ടോ നമ്മൾ എങ്ങടാ പോണേന്ന്. ബ്രഹ്മണിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ നേരെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ 41-ാം കെട്ടിടം എവിടെയാണ്? 41 എവിടെയാണ്? 41 എവിടെയാണ്? എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെയല്ല, ഈ ബിൽഡിംഗ് 43 ആണ്. ഈ ബിൽഡിംഗ് 43 ആണ്. അതുകൂടെ കഴിഞ്ഞിട്ട് ചെല്ലുന്ന സ്ഥലമാണ് 41. ബിൽഡിംഗ് നമ്പർ ഒന്നും അങ്ങനെ വിസിബിളായ രീതിയിൽ അവർ എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് കാണാനും വലിയ ചടങ്ങുണ്ട്. 41 T1 എന്ന് പറയുന്നൊരു ബിൽഡിംഗ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഈ കാണുന്നതാണ് ആവാനാണ് സാധ്യത. ഓക്കെ, ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്, നോക്കാം. Okay. 41. Yes, here. Okay. Thank you. Okay, അപ്പോൾ നമ്മുടെ
ലോഡൊക്കെ കയറ്റി നമ്മൾ ബ്രഹ്മണിൽ മെഴ്സിഡീസിൻ്റെ വലിയ ഫാക്ടറിക്കകത്ത് എത്തിയിട്ടോ. നിങ്ങൾ ഈ കാണുന്നതാണ് ഗിയർ ബോക്സുകൾ. ഇതാണ് എൻ്റെ വണ്ടിക്കകത്ത് ഇരിക്കുന്ന ഐറ്റംസ്. എല്ലാം ഗിയർ ബോക്സുകളാണ്. വലിയൊരു പ്ലാന്റാണ്. അതിൻ്റെ പല സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു വണ്ടിയുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയുടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ലോഡ് ഇറക്കാനായിട്ട്. ലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഓഫീസിൽ പോയി ഇതേ പേപ്പറൊക്കെ കിട്ടിയിട്ടോ. നമ്മുടെ കൊണ്ടുവന്ന ഗിയർ ബോക്സുകൾ ഇവിടെ ഇറക്കി. അത് കഴിഞ്ഞിട്ട് എംപ്റ്റി പാലറ്റുകൾ കയറ്റി. അതാണ് ഇവിടുത്തെ പണി. ഇവിടെ ഗിയർ ബോക്സ് ഇങ്ങനെയുള്ള മെറ്റൽ റാക്കുകളിലാണ് സംഭവം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. വലിയൊരു ഹാളാട്ടോ. ഇതിനകത്തേക്ക് എത്തിപ്പെടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ലാസ്റ്റ് ഒരു ഫോർക്ക് ലിഫ്റ്റുകാരനെ കിട്ടി. ഇതുകൊണ്ട് അതുപോലെ വണ്ടി ട്രക്ക് നമ്മൾ ഉള്ളിൽ കയറ്റി പാർക്ക് ചെയ്തിട്ടാണ് ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. വലിയ വാതിലാണ്. രണ്ട് സൈഡും തുറന്ന് ലോഡ് കയറ്റുകയും ലോഡ് ഇറക്കുകയും ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇന്ന് ഇത്തിരി അധികം പണിയുണ്ടായിരുന്നു. വണ്ടി അൺലോക്ക് ചെയ്യണം. അങ്ങനെ വീണ്ടും ഇനി ഇവിടെ നിന്ന് അടുത്ത യാത്ര തിരിച്ച്. ഇത് നമുക്ക് റൗണ്ട് ട്രിപ്പായിരുന്നു. ഇവിടെ നിന്ന് ലോഡ് ഗിയർ ബോക്സ് ഇറക്കി തിരിച്ച് ഗിയർ ബോക്സ് വീണ്ടും കയറ്റുക. അതാണ് ഡ്യൂട്ടി. ഓക്കെ, പാക്കലാം.